a beautiful name it is. What a beautiful name it is. The name of Jesus Christ my King. കർത്താവിന്റെ പരിശുദ്ധനാമം പിന്നെയും വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം നാം വായിച്ച ദൈവവചന ഭാഗത്തിൽ നിന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച ചില ആലോചനകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രസ്താവിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 94-ാം സങ്കീർത്തനമാണെന്ന് നാം വായിച്ചത്. ഇന്നലെ രാത്രിയിലും ഇതേ സങ്കീർത്തനത്തിൽ നിന്ന് ഇന്നലെ രാത്രി നമ്മളോട് ദൈവവചനം സംസാരിച്ച ദൈവദാസൻ വളരെ ആഴത്തിലെ 94-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി പ്രതികാരത്തിന്റെ ദൈവമായ യഹോവേ, പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമേ എന്നുള്ള ആ സബ്ജക്റ്റിൽ ഊന്നി നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് എന്നൊക്കെയുള്ള വിഷയങ്ങൾ ശക്തമായ നിലയിൽ നമ്മളെ ഓർപ്പിക്കുവാനിടയായി. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആലോചനയാണ് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നത്. അതുകൊണ്ട് അതൊരു റെപ്പറ്റീഷൻ ആകും എന്ന് വിചാരിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവാത്മാവിന് ഓരോ സമയത്തും സന്ദർഭത്തിലും ദൈവജനത്തോട് സംസാരിക്കാനുള്ളത് അതത് സമയത്ത് ഇടപെടുമല്ലോ. അതുകൊണ്ട് ഞാൻ സകലതും നന്നായി ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ തന്റെ വചനത്താൽ നിറയ്ക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 94-ാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ ആരാണ് അത് രചിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അത് 93-ാം സങ്കീർത്തനത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ് എന്ന് മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുമില്ല. എന്നാൽ 93-ാം സങ്കീർത്തനം ആരാണ് എഴുതിയതെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കിയാൽ അവിടെയും അതിനെക്കുറിച്ച് ഒരു രേഖ ഉള്ളതായിട്ട് നാം കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ സങ്കീർത്തന ഭാഗങ്ങളെയൊക്കെ വേർതിരിച്ചിരിക്കുന്നത് 93 മുതൽ 99 വരെയുള്ള സങ്കീർത്തനങ്ങളെ ഒരു പ്രത്യേക ഗണത്തിൽ പെടുത്തി അതിനെയൊക്കെയും റോയൽ സാംസ് അല്ലെങ്കിൽ രാജകീയ സങ്കീർത്തനങ്ങളുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. റോയൽ സാംസ് എന്താണ് ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ 93 മുതൽ 99 100-ാം സങ്കീർത്തനം വരെയും നമുക്ക് അതിന്റെ തലക്കെട്ടിൽ ആരെഴുതിയിരിക്കുന്നു എന്ന് ഒരു രേഖയും അവിടെ ഇല്ല. അപ്പോൾ തന്നെ ഇത് സർവശക്തനായ ദൈവത്തെ രാജാവായി പുകഴ്ത്തുകയും വർണ്ണിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 93-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. 95-ാം സങ്കീർത്തനം ആരംഭിക്കുന്ന വരുവീൻ നാം യഹോവയ്ക്ക് ഘോഷിച്ചുല്ലസിക്കുക, നമ്മുടെ രക്ഷയ്ക്ക് ആർപ്പെടുക. 96 ആരംഭിക്കുന്നു യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് പാടുവീൻ, യഹോവയ്ക്ക് പാടി അവരുടെ നാമത്തെ വാഴ്ത്തുവീൻ എന്നാണ് പറയുന്നത്. 97-ാം സങ്കീർത്തനം പറയുന്നു യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. 98-ൽ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു, അവന്റെ വലം കൈയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. 99-ൽ വീണ്ടും ആവർത്തിക്കുന്നു യഹോവ വാഴുന്നു, ജാതികൾ വിലക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുക്കട്ടെ. 100-ാം സങ്കീർത്തനം സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പെടുവീൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. അപ്പോൾ യഹോവയെ രാജാവായി അംഗീകരിക്കുന്ന, വാഴ്ത്തുന്ന, മഹത്വപ്പെടുത്തുന്ന, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളുടെ പട്ടികയിലാണ് 94-ാം സങ്കീർത്തനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ആര് തന്നെ എഴുതിയതാണെങ്കിലും ദൈവത്തിന്, പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തിന്റെ ഭരണം അംഗീകരിക്കുന്ന, ദൈവത്തിന്റെ സിംഹാസനത്തിന് കീഴ് ആ സിംഹാസനത്തെ പൂർണ്ണമായി അംഗീകരിച്ച് ആ രാജ്യത്വത്തിൽ നിലനിൽക്കുന്ന ഒരു ഭക്തൻ എഴുതിയതാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ പിന്നെയും നമ്മൾ സാധാരണ എഴുത്തുകാരനെ കുറിച്ച് ലഭ്യമല്ലാതിരിക്കുമ്പോൾ അത്തരം സങ്കീർത്തനങ്ങളൊക്കെ
ദാവീദിന്റെ ചുമലിൽ കെട്ടിവെക്കുന്നത് പോലെ തന്നെ ഇതിന്റെ എല്ലാം ഒരു ഇൻക്ലിനേഷൻ, ഒരു ചായ്വ് അതിലോട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. താൻ സ്വയം ഒരു രാജാവായിരിക്കുമ്പോൾ തന്നെ അതിലും വലിയൊരു രാജാവിന്റെ ഭരണത്തിനു കീഴിൽ താനായിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ സങ്കീർത്തനങ്ങൾ. എന്നാൽ ഇന്ന് പകൽക്കാലം 93ന്റെ തുടർച്ചയാണ് 94 എന്ന് ഞാൻ ഓർമ്മിച്ചു. 93ാം സങ്കീർത്തനത്തിലെയും 94ാം സങ്കീർത്തനത്തിലെയും ഓരോ വാക്യങ്ങളെ ഒന്നെടുത്ത് ഓർപ്പിച്ച് അതിൽ നിന്ന് ചില ആലോചനകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പകർന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 93ാം സങ്കീർത്തനം അതിന്റെ 2ാം വാക്യം, Psalms 92 verse 1. ഞാൻ 1ഉം 2ഉം തന്നെ വായിച്ചു കൊള്ളട്ടെ. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരയ്ക്ക് കെട്ടിയിരിക്കുന്നു. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായുള്ളവൻ തന്നെ. അപ്പോൾ ദൈവത്തിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായി ഉള്ളവൻ തന്നെ. Thy throne is established of old, thou art from everlasting. അനാദിയായും ശാശ്വതമായും സിംഹാസനത്തിനായിരിക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഇവിടെ മഹത്വപ്പെടുത്തുന്നത്. സിംഹാസനം 94ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ അവിടെ മറ്റൊരു സിംഹാസനം നമ്മെ അറിയിക്കുന്നു. ആ വിഷയത്തിലേക്കാണ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തന്നിരിക്കുന്ന ആലോചന. 94ാം സങ്കീർത്തനം അതിന്റെ 20ാം വാക്യം, Psalms 94 verse 20. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകുമോ? എന്നേക്കും നിലനിൽക്കുന്ന യഹോവയുടെ സിംഹാസനത്തെ കുറിച്ച് പറഞ്ഞിട്ട് 94ാം സങ്കീർത്തനം പറഞ്ഞു വന്നിട്ട് 94ാം സങ്കീർത്തനത്തിന്റെ പ്രതിപാദ്യം തന്നെ പ്രതികാരത്തിന്റെ ദൈവം ദുഷ്ടന്മാരോട് ചെയ്യുന്ന പ്രതികാരത്തെ കുറിച്ചൊക്കെയാണ് അവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ ദുഷ്ടന്മാരെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് ആരാണ് ദുഷ്ടന്മാരെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. യഹോവേ, ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും. അവർ ശകാരിച്ചു ദാക്ഷ്യം സംസാരിക്കുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും അമ്പ് പറയുന്നു. യഹോവേ, അവർ നിന്റെ ജനത്തെ തകർത്ത് കളയുന്നു. നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും പരദേശിയെയും കൊല്ലുന്നു. അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു. യഹോവ കാണുകയില്ല എന്ന് യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കുകയില്ല എന്നും അവർ പറയുന്നു. ദുഷ്ടന്മാരുടെ ചിന്തകളൊക്കെ പറഞ്ഞ് മുൻപോട്ട് വന്നിട്ട് അവിടെ 20ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം. കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം. Throne of iniquity which devises evil by law. നിയമം കൊണ്ട് തന്ത്രങ്ങളിലൂടെ കഷ്ടത നിർമ്മിക്കുന്ന ഒരു ദുഷ്ടസിംഹാസനത്തെ കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ അവിടെ രേഖപ്പെടുത്തുന്നത്. 2 സിംഹാസനങ്ങളെ ഈ സങ്കീർത്തനങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. സിംഹാസനം എന്ന് പറയുമ്പോൾ, ത്രോൺ എന്ന് പറയുമ്പോൾ അതിലൊരു രാജാവ് ഉണ്ടായിരിക്കും. രാജാവുണ്ടെങ്കിൽ രാജാവിന് ഒരു രാജ്യമുണ്ട്. രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തില് ഒരു ഭരണമുണ്ട്. അപ്പോൾ ഈ 2 സിംഹാസനത്തിലും രാജാവുണ്ട്. അവർക്ക് 2 പേർക്കും രാജ്യമുണ്ട്. അവർക്ക് 2 പേർക്കും ഭരണവുമുണ്ട്. അവർക്ക് 2 പേർക്കും ഭരണം നടത്തുവാനുള്ള എല്ലാ സാധനങ്ങളും സാമഗ്രികളും എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ട വാഴ്ചകളെ, അധികാരങ്ങള്, കർത്തൃത്വങ്ങള് ഈ 2 രാജ്യങ്ങൾക്കുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യങ്ങളെയും ഈ സിംഹാസനത്തെയും വേഗത്തിലൊന്നും പരിചയപ്പെടുത്തിയതിന്റെ വ്യത്യാസം എന്താണെന്ന്
അല്ലെങ്കിൽ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദുഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം, കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത് എന്നൊന്ന് ഓർപ്പിക്കുകയാണ് എന്റെ ദൗത്യം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യത്തിൽ, ലൂക്ക് ചാപ്റ്റർ 17:21, പ്രാരംഭത്തിൽ 1-2 കാര്യങ്ങൾ നമുക്ക് ഏറ്റവും അറിയാവുന്ന, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനത്തെ കുറിച്ച് ഓർപ്പിച്ചിട്ട് മറ്റേ സിംഹാസനത്തെ കുറിച്ച് പറയാമെന്ന് കർത്താവിൽ ആശിക്കുന്നു. 17:21 ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്: ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. Behold, the kingdom of God is within you. അപ്പോൾ ഇതാ ഒരു രാജ്യത്തെ കുറിച്ച് പറയുകയാണ്. ഏതാ? ദൈവരാജ്യത്തെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദ്യം. അപ്പോൾ ദൈവത്തിന്റെ രാജ്യം എവിടെയാണ്? നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അത് അന്വേഷിച്ച് നിങ്ങൾ എങ്ങും പോകണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറയപ്പെട്ട രാജ്യം നമ്മുടെ ദൃഷ്ടിമണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രാജ്യമല്ല എന്ന് നമുക്കറിയാം. ഈ രാജ്യത്തിന്റെ രാജാവ് തന്നെ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ നമ്മോട് ഓർപ്പിച്ച വിഷയമാണ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 38-36 വാക്യം, ജോൺ ചാപ്റ്റർ 18:36, അവിടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഓർപ്പിക്കുന്ന തന്റെ കഷ്ടാനുഭവങ്ങളോട് ബന്ധത്തിൽ തന്നെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയപ്പോൾ വിസ്തരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞ ഒരു വാക്യമാണ്: എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. My kingdom, where is this world? My kingdom is not of this world എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഈ ലോകപ്രകാരമുള്ള ഒരു രാജ്യമല്ല എൻ്റെ രാജ്യമെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ രാജാവ് ഓർപ്പിക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കുക, ഈ രാജ്യങ്ങൾ പറയപ്പെട്ട സിംഹാസനങ്ങൾ രണ്ടും നമ്മുടെ ലോകപ്രകാരമുള്ള ജഡപ്രകാരമുള്ള ദൃഷ്ടികൾക്ക് ദൃശ്യമായ ഒന്നല്ല എന്ന് ആ വാക്യം നമ്മെ വ്യക്തമായി ഓർപ്പിക്കുന്നു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ പറയുക, എൻ്റെ രാജ്യം ഈ ലോകപ്രകാരമുള്ളതല്ല. എൻ്റെ ചേവകര് അല്ലെങ്കിൽ വന്ന് യുദ്ധം ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, എന്നാൽ തനിക്ക് ചേവകരില്ലേ, ദൂതന്മാരില്ലേ? ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു പോരാട്ടത്തിലല്ലായിരുന്നല്ലോ അദ്ദേഹം അപ്പോൾ ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നു, മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. അപ്പോൾ എവിടെയാണ്, ഏതാണ് ഈ രാജ്യം? 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തില് മറ്റ് ഒരു രാജ്യത്തെ കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ദൈവഭരണത്തിന് കീഴിലുള്ള സ്ഥലമാണ് ദൈവരാജ്യം. ദൈവം രാജാവായി വാഴുന്ന സ്ഥലം. എൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല അല്ലേ എന്ന് കർത്താവ് ഓർപ്പിച്ചു. പിന്നെന്തുവാ? അത് സമാധാനവും നീതിയുമാണ്. അപ്പോൾ ഈ ലോകത്തിലുള്ളതൊന്നുമല്ല, ജഡപ്രകാരമുള്ള ഒരു രാജ്യമോ ഒരു സിംഹാസനമോ ഓരോ രാജാവിനെ കുറിച്ചല്ല ദൈവരാജ്യത്തെ കുറിച്ച് ഓർപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ഇനി മറ്റേ രാജ്യത്തിലേക്ക് വരാം. മറ്റൊരു സിംഹാസനം അവിടെ ഓർപ്പിച്ചല്ലോ, ദുഷ്ടസിംഹാസനം. ദുഷ്ടസിംഹാസനം എന്ന് പറയുമ്പോൾ ദുഷ്ടൻ വാഴുന്ന സ്ഥലം, അല്ലെങ്കിൽ ദുഷ്ടൻ ഭരിക്കുന്ന സ്ഥലം, ദുഷ്ടന്റെ ഭരണത്തിന് കീഴിലുള്ള സ്ഥലം. അതാണ് ദുഷ്ടന്റെ സിംഹാസനമുള്ള സ്ഥലം എന്ന് പറയുന്നത്. യോഹന്നാൻ 14:30, ജോൺ ചാപ്റ്റർ 14:30. ഒരു രാജാവാണോ ഈ ദുഷ്ടൻ? രാജാവാണ് എന്ന് മറ്റേ രാജാവ് തന്നെ ഓർപ്പിച്ചു. ഏതാ? നല്ല സിംഹാസനത്തിൽ ഇരിക്കുന്ന, ആ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന, നീതിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവ് പറയുകയാണ്, Hereafter I will not talk much with you, for the prince of this world cometh and hath nothing in me. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല,
ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവും ഇല്ല. അപ്പോൾ ഇവിടെ വേറൊരു രാജാവിനെ ഓർപ്പിക്കുകയാണ് കർത്താവ് തന്നെ പരിചയപ്പെടുത്തി നമുക്ക്. നാം ഈ പറഞ്ഞ ദുഷ്ടസിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു രാജാവ്. ആരാണവൻ? ഈ ലോകത്തിന്റെ പ്രഭുവാണ്. അപ്പോൾ അവന്റെ രാജ്യം ഈ ലോകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിന്റെ പ്രഭു അല്ലേ? നീ ഇതിനോട് ചേർന്ന് വേണം 1 യോഹന്നാൻ 5:19 വായിക്കാൻ. അവിടെ പറയുന്നത് എന്താണ്? സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. The whole world is in the influence of the wicked. സർവ്വലോകവും ദുഷ്ടന്റെ, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. The whole world lieth in the wickedness. അപ്പോൾ ഈ ലോകത്തെ മുഴുവൻ അധീനപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു സിംഹാസനം, ഒരു ദുഷ്ടസിംഹാസനം, അവിടെ ഇരുന്ന് ഭരണം നടത്തുന്ന ഒരു രാജാവ്, ഒരു സിംഹാസനത്തെ കുറിച്ചാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ആ സിംഹാസനം ചെയ്യുന്ന ചില പ്രവൃത്തികളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അതിന്റെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മളെ ഇങ്ങനെ ഓർപ്പിച്ചു. 2 Corinthians chapter 4 verse 4. ഈ ലോകത്തിന്റെ ദൈവം ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളയും. അപ്പൊ നോക്കണേ, ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ ദൈവത്തിന് പോരാട്ടമുള്ളത് നേരിട്ട് മറ്റ് ഒരു ദൈവത്തോടാണ്. ഏത് ദൈവത്തോടാണ്? ദൈവരാജ്യത്തിന്റെ അധിപനായിരിക്കുന്ന സാക്ഷാൽ ദൈവത്തോട്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ദൈവത്തിന് പോരാട്ടമുണ്ട്. അവൻ തന്നെത്താൻ ദൈവമെന്ന് ചമഞ്ഞിരിക്കുകയാണ്. അവൻ തന്നെത്താൻ അധികാരം കൈക്കലാക്കി സകലത്തെയും ഭരിച്ച് ഇപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് ഈ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നത് കൊണ്ട് അവൻ രാജാവായുമാണ് ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് ഇവന്റെ പ്രധാന ജോലി? അല്ലെങ്കിൽ ഇവനെ എതിർക്കുന്നത് ആരെയാണ്? ഇവൻ ഇരുളിന്റെ അന്ധകാര ശക്തി ആയതുകൊണ്ട് പ്രകാശമുള്ള എന്തിനേയും എതിർക്കും. വെളിച്ചത്തോട് അവന് ശത്രുത്വമാണ്. തേജോമയനായ ദൈവത്തിന്റെ വെളിച്ചം അവൻ ആഗ്രഹിക്കുന്നില്ല. ലോകത്തെ അന്ധകാരത്തിലിട്ട് അവരെ എന്നും അന്ധകാരത്തിൽ ഏൽപ്പിച്ച് അവരെ ഒരുപോലെ തന്നോടുകൂടെ തന്നെ അന്ധകാരത്തിൽ കൊണ്ടുപോകുവാൻ താൻ ആഗ്രഹിക്കുന്നു. ഒരു ഇരുട്ടിന്റെ ശക്തി ഇപ്പോഴേ വ്യാപരിക്കുന്നു. അധർമ്മത്തിന്റെ ശക്തി അല്ലേ ഇപ്പോഴേ വ്യാപരിക്കുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ ഓർമ്മിച്ചു. അപ്പോൾ അധർമ്മത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ആ ശക്തി ഇപ്പോഴേ ഇവിടെയുണ്ട്. ആ സിംഹാസനം ഇവിടെയുണ്ട്. നാം കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ നാം നിരന്തരം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാന ജോലി മറ്റൊന്നുമല്ല, കഷ്ടത നിർമ്മിക്കുക. ആർക്കു വേണ്ടി? നീതിമാന്മാർക്ക് വേണ്ടി, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തിന്റെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി, ദൈവവചനമാകുന്ന വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെയും അങ്ങനെ കടന്നു വന്നവർക്കും ദുഷ്ടതയിലൂടെ, നിയമത്തിലൂടെ കഷ്ടത ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ദുഷ്ടസിംഹാസനം അത് ഈ ലോകത്തിലുണ്ട് എന്ന് ദൈവമക്കൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇവനെ കുറിച്ച് അല്ലെങ്കിൽ ഈ സിംഹാസനത്തെ കുറിച്ച് സഭകൾക്ക് ദൂതെഴുതിയപ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാന് വെളിപ്പാടിൽ പത്മോസിൽ വെച്ച് ലഭിച്ച 7 സഭകളുടെ ദൂതിൽ പെർഗമോസ് സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം, Revelation chapter 2 verse 13, അവിടെ എന്താണ് പറയുന്നത്? പെർഗമോസിലെ സഭയോട്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളിടമെന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ
സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്തെ പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അപ്പോൾ നോക്കണേ, ഒരു സിംഹാസനമുള്ള ഇടം ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്, സഭയോട് പറയുകയാണ്, നീ എവിടെ പാർക്കുന്നു എന്ന് എനിക്കറിയാം, അത് സാത്താന്റെ സിംഹാസനം ഉള്ള ഇടമാണ്. ഏതെങ്കിലും കാലത്ത് ഈ പെർഗമോസ് എന്ന് പറയുന്ന പട്ടണം സാത്താൻ ഭരിച്ചതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ചരിത്രത്തിൽ എങ്കിലും അങ്ങനെ സാത്താൻ ഭരിച്ച ഒരു രാജ്യമായിട്ടോ പട്ടണമായിട്ടോ നാം ഇതിനെ കണ്ടിട്ടില്ല. ഈജിയൻ കടൽക്കരയിൽ ഒരു കുന്നിൻ മുകളിൽ ഇന്നത്തെ ടർക്കിയുടെ ഭാഗമായിരിക്കുന്ന കടലിനെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു വളരെ മനോഹരമായ തുറമുഖ പട്ടണമായിരുന്നു ഈ പെർഗമോസ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങൾ ആ പട്ടണത്തിൽ നിലനിന്നിരുന്നു. ഒന്ന് സിയൂസ് എന്ന് പറയുന്ന ദേവന്റെ ക്ഷേത്രം, 2 പെർഗമോൻ എന്ന് പറയുന്ന ദേവനും ആ ദേവന് പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു വലിയ ക്ഷേത്രവും, അവിടെ ഒരു ആൾട്ടറും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു യാഗപീഠവും ഉണ്ടായിരുന്നു എന്ന് വചനം അല്ലെങ്കിൽ ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ക്ഷേത്രമാണ് ദ ടെമ്പിൾ ഓഫ് അഥേന. അഥേന എന്ന ദേവന് സമർപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രം. അപ്പോൾ ഇങ്ങനെ ഈ ക്ഷേത്രങ്ങളുടെ നടുവിൽ പാർക്കുന്ന ഒരു ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് വിളിക്കുന്ന അല്ലെങ്കിൽ പറയുകയാണ്, ഈ സ്ഥലം എങ്ങനെയുള്ളതാണ്? സാത്താന്റെ സിംഹാസനമുള്ള ഇടം എന്ന് പരിശുദ്ധാത്മാവ് അവിടെ അപ്പോസ്തലനായ യോഹന്നാനോട് വെളിപ്പാട് പറയുന്നത്. എന്തുകൊണ്ടാണ് സാത്താന്റെ സിംഹാസനമുള്ള ഇടമെന്ന് പറയുന്നത്? ആ പട്ടണത്തെ അടക്കി ഭരിക്കുന്ന ശക്തി പൈശാചിക ശക്തിയാണ്. അവിടുത്തെ റൂള് ദൈവത്തിന് നിയന്ത്രിതമായിട്ടുള്ളതല്ല, ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു സ്ഥലമല്ല. ഏക സത്യ ദൈവത്തെ അംഗീകരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്ന ആളുകൾ അവിടെ വളരെ വിരളമാണ്, തുലോ കുറവാണ്. ബാക്കിയെല്ലാം തന്നെ പിശാചിന്റെ പിടിയിലും അവൻ ആഗ്രഹിക്കുന്ന വിധയിലും ചലിക്കുകയും ചലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരിടമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ആ കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ചികിത്സയ്ക്ക് ഏറ്റവും പേര് കേട്ട ഒരു സ്ഥലമായിരുന്നു ഈ സ്ഥലമെന്ന് നമുക്ക് മനസ്സിലാകും. അക്കപ്പോലിസ് എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തില് അതിന്റെ നടുവിൽ ഒരു കുളമുണ്ടായിരുന്നു, ശീലോഹാം കുളം പോലെ തന്നെ ഒരു കുളം. അപ്പോൾ അവിടെ ആമീൻ കുളിക്കുകയും ആ ക്ഷേത്രത്തിൽ കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്താൽ അവിടെ ആ ദേവൻ രാത്രിയില് ദർശനങ്ങൾ തരും. അങ്ങനെ ദർശനം പ്രാപിച്ചാൽ സൗഖ്യം വരും. പ്രത്യേകിച്ച് അവിടെ ആ ക്ഷേത്രത്തിൽ ആമേൻ പൂജിച്ചുകൊണ്ടിരുന്ന പ്രധാന വിഗ്രഹങ്ങളിലൊക്കെ ഒരെണ്ണം പാമ്പായിരുന്നെന്നും ആ പാമ്പിനെ ആ ക്ഷേത്രത്തിൽ യഥേഷ്ടം എഴഞ്ഞു നടക്കുവാൻ വിട്ടിരുന്നെന്നും ഒക്കെയുള്ളതാണ് ഈ വിഷയത്തെക്കുറിച്ച് ചരിത്രം ഓർപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പട്ടണത്തിന്റെ ഒരു അന്തരീക്ഷം നമുക്ക് മനസ്സിലാക്കും. അവിടെ ഒരു കാരണവശാലും ദൈവത്തിന്റെ സിംഹാസനമല്ല, മറിച്ച് പിശാചിന്റെ സിംഹാസനമാണ്, അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ സിംഹാസനമാണ് അവിടെ വാഴ്ച നടത്തുന്നത് എന്ന് നമുക്ക് ബോധ്യം. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലന്റെ ദർശനത്തിൽ പെർഗമോസ് സഭയെ കുറിച്ച് എഴുതുമ്പോൾ എഴുതിയത്, പെർഗമോസ് സഭയോട് നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ള ഇടമെന്നും ഞാൻ അറിയുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സാത്താൻ സിംഹാസനം വെച്ച് വാഴുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ
അവന്റെ ആധിപത്യം നടക്കുന്ന സ്ഥലം, അവന്റെ അധീനതയിലുള്ള സ്ഥലം. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സർവ്വലോകവും പിശാചിന്റെ അധീനതയിൽ കിടക്കുന്നെങ്കിൽ അവൻ സിംഹാസനം വെച്ച് വാഴുന്ന ഒരിടമാണ് ഈ ഭൂമി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം അതിന്റെ സൃഷ്ടിതാവായിരിക്കുമ്പോൾ തന്നെ അതിന്റെ അധികാരമെല്ലാം പിടിച്ചെടുത്ത് അവനിപ്പോൾ രാജാവായിട്ട് സിംഹാസനം വെച്ച് വാഴുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലമെന്ന്, അല്ലെങ്കിൽ ഈ ലോകമെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. 94-ാം സങ്കീർത്തനം 20-ാം വാക്യം, നിയമത്തിന് വിരോധമായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകുമോ? അപ്പോൾ ഈ സിംഹാസനത്തിന് ഒരു പ്രത്യേക ജോലിയുണ്ട്. എന്താണ്? നിയമം കൊണ്ട് കഷ്ടത നിർമ്മിക്കുക. ക്രിയേറ്റിംഗ് പ്രോബ്ലംസ് ആൻഡ് ട്രബിൾസ് വിത്ത് ലോ. അപ്പൊ നിയമം കൊണ്ട് കഷ്ടത നിർമ്മിക്കണമെങ്കിൽ നിയമം സൃഷ്ടിക്കുന്നവർ ആരുടെ കയ്യിലായിരിക്കണം? പിശാചിന്റെ കയ്യിലായിരിക്കണം, അല്ലേ? അപ്പോൾ നിയമം സൃഷ്ടിക്കുന്നവർ, നിയമം നടപ്പാക്കുന്നവർ, നിയമത്തിന് മാർഗരേഖകൾ കൊടുക്കുന്നവർ, അവരൊക്കെയും ഇന്ന് ആരുടെ കയ്യിലാണ്? ദുഷ്ടന്റെ കയ്യിലാണ്. ഇല്ലെങ്കിൽ മറിച്ചു പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഭരണകർത്താക്കന്മാരെ കരങ്ങളിലെടുത്ത്, നേതൃത്വത്തിലുള്ളവരെ കരങ്ങളിലെടുത്ത് അവന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുന്ന, അവരിലൂടെ നീതിമാന്മാരെ പീഡിപ്പിക്കുന്ന, അവരിലൂടെ ദൈവമക്കളെ ഇല്ലായ്മ ചെയ്യുന്ന, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യാപാര ശക്തി ഈ ലോകത്തിലുണ്ട്. അവനെന്നും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവന്റെ വാഴ്ച ഈ ഭൂമിയിൽ നടക്കുന്നു എന്നുള്ളത് ദൈവജനം തിരിച്ചറിയേണ്ടതാണ്. അധികാരത്തിൽ ഇരിക്കുന്നവരെ സ്വാധീനിച്ച് ദൈവമക്കൾക്ക്, ദൈവസഭയ്ക്ക് വിരോധമായി നിയമമുണ്ടാക്കി പീഡിപ്പിക്കുന്ന ഒരു ശക്തി. ദുഷ്ടന് നീതിമാന്മാരോട് എപ്പോഴും ശത്രുതയുണ്ട്, അല്ലേ? അവൻ ആരോടാ ശത്രുതയുള്ളത്? ദൈവമക്കളോടാ ശത്രുതയുള്ളത്. വെളിച്ചത്തിൽ വസിക്കുന്നവരോടാണ് ഇരുളിന് ശത്രുതയുള്ളത്. വെളിച്ചമുള്ളിലുള്ളവരെ എങ്ങനെയും ഇരുട്ടിലാക്കുക എന്നുള്ളതാണ് അവന്റെ തന്ത്രം. തന്ത്രശാലിയായ ഈ ഭരണാധികാരി അവൻ ഈ ലോകത്തിൽ ഒരു അദൃശ്യ സിംഹാസനം വെച്ച് അവന്റെ ഒരു അദൃശ്യ വാഴ്ച ഇവിടെ നടക്കുന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പൗലോസ് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ ഓർപ്പിച്ചത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടാണ്, അധികാരങ്ങളോടാണ്, ഈ ലോകത്തിലെ അന്ധകാര ശക്തികളോടാണ്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടാണ്. ഈ പറഞ്ഞതൊക്കെയും ഈ സിംഹാസനത്തിന്റെ കീഴിൽ വാഴ്ച നടത്തുവാൻ ആമേൻ ഈ രാജാവ് ഉപയോഗിക്കുന്ന അവന്റെ ആമേൻ ശക്തി കേന്ദ്രങ്ങളാണ് എന്ന് നാം തിരിച്ചറിയുക. അപ്പോൾ ഇതിനോട് എപ്പോഴും ദൈവ പൈതലിന് പോരാട്ടമുണ്ട്. അല്ലെങ്കിൽ പിശാചിന് ദൈവമക്കളോട് ഇങ്ങനെ ഒരു പോരാട്ടമുണ്ട്. അവൻ പോരാടുന്ന രീതികളിൽ ഒരു രീതിയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ ഓർപ്പിച്ച നിയമങ്ങളിലൂടെ കഷ്ടത നിർമ്മിക്കുന്ന അവന്റെ ഒരു തന്ത്രം. സങ്കീർത്തനക്കാരൻ 125-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു. Psalms 125 verse 3. എന്താണ് അവിടെ പറയുന്നത്? നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാക്യമാണ്. അവിടെ ഇങ്ങനെ പറയുന്നു, ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. നീതിമാന്മാർ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. For the rod of the wicked shall not rest upon the lot of the righteous, lest the righteous put forth their hands
unto iniquity. അപ്പോൾ കഷ്ടത നിർമ്മിക്കുന്ന ഒരു ദുഷ്ടസിംഹാസനത്തെ കുറിച്ച് ഇവിടെ പറയുന്നു. There is a throne of iniquity, and here God says that God will never allow a righteous to reach out to the throne of iniquity. ഒരിക്കലും നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ വാഴുവാൻ ദൈവം അനുവദിക്കുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പു തരികയാണ്. അപ്പോൾ എപ്പോഴും ഓർക്കണം, ദുഷ്ടന്റെ ഉദ്ദേശം മുഴുവനും നീതിമാന്മാരുടെ അവകാശത്തിന്മേലാണ് അവന്റെ ദൃഷ്ടി. നീതിമാന്മാരുടെ അവകാശം എന്താണ്? നീതിമാന്മാരുടെ അവകാശം ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും ആണോ? അല്ല. നീതിമാന് ദൈവം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും സൗഖ്യവും ആരോഗ്യവും, അതേപോലെ തന്നെ ഈ ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിലും നിത്യതയില് അവർക്ക് വേണ്ടി താൻ ഒരുക്കുന്ന ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ ലഭിക്കരുത് മനുഷ്യനെന്നുള്ള ഒരേ വാശി കൊണ്ട് അവർക്കത് ലഭിക്കാതെ പോകണമെന്ന് വിചാരിച്ച് അഹോരാത്രം അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടസിംഹാസനം ഈ ലോകത്തിലുണ്ട് എന്ന് നാം മറന്നുപോകരുത്. എപ്പോഴൊക്കെ നീതിമാന്മാർ പ്രബലപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ, എപ്പോഴൊക്കെ നീതിമാന്മാർ ശക്തിപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ, എപ്പോഴൊക്കെ ദൈവമക്കൾ ബലപ്പെട്ടു നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ, അപ്പോഴെല്ലാം അവരെ തളർത്തിക്കളയുവാൻ പിശാചിന് തന്ത്രങ്ങളുണ്ട്. അവന്റെ ചെങ്കോൽ, അവന്റെ അനീതിയുടെ ചെങ്കോൽ, അവന്റെ ഇരുട്ടിന്റെ ചെങ്കോൽ, അവന്റെ ദുഷ്ടതയുടെ ചെങ്കോൽ, അവരുടെ കള്ളത്തരത്തിന്റെ ചെങ്കോൽ എപ്പോഴും ദൈവമക്കളെ ഭീതിപ്പെടുത്തുവാനും ഭയപ്പെടുത്തുവാനും ദൈവമക്കളുടെ മേൽ അധികാരം സ്ഥാപിക്കുവാനും ആമേൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് ഇന്ന് പകൽക്കാലം നാം മറന്നുപോകുന്നു. അപ്പോൾ അദൃശ്യമണ്ഡലത്തിൽ നമ്മോട് പോരാടുന്ന ഒരു ദുഷ്ടശക്തി, ഒരു രാജ്യവും ഒരു രാജാവും. അവന് ദുഷ്ടതയുള്ളതും അവൻ പോരാട്ടമുള്ളതും മറ്റൊരു രാജ്യത്തോടാണ്, മറ്റൊരു രാജാവിനോടാണ്, മറ്റൊരു രാജ്യത്തെ പ്രജകളോടാണ്. നീ ദൈവരാജ്യത്തിലെ അംഗമല്ലെങ്കിൽ നിന്നോട് പ്രത്യേകിച്ച് യാതൊരു പോരാട്ടവും ഇല്ല. നീ ദൈവപൈതൽ അല്ലെങ്കിൽ നിന്നോട് പ്രത്യേകിച്ച് പിശാചിന് ഒരു പോരാട്ടവും ഇല്ല. കാരണം എന്നാ? കാരണം നീ ഓൾറെഡി അവന്റെ രാജ്യത്തിലാണല്ലോ. സ്വന്തം രാജ്യത്തിലെ പ്രജകളെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ അതിന് നിലനിൽപ്പില്ല എന്ന് നമ്മുടെ കർത്താവ് തന്നെ നമ്മെ ഓർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിശാചിന്റെ ലോകത്തോട് തന്നെ അവൻ യുദ്ധം ചെയ്യണം. യേശു ക്രിസ്തു ബേൽസുബേലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ യേശു പഠിപ്പിച്ചൊരു വാക്യമാണത്. പിശാചിനെ കൊണ്ട് തന്നെ എതിർക്കും. അത് അവന്റെ രാജ്യത്തോട് തന്നെ അവൻ എതിർക്കുകയല്ലേ? അതുകൊണ്ട് അവന്റെ രാജ്യത്തിൽ കിടക്കുന്നവരോട് അവന് പോരാട്ടമില്ല. അവന് പോരാട്ടമുള്ളത് ദൈവമക്കളോടാണ്. അവന് പോരാട്ടമുള്ളത് ആമേൻ നീതിമാന്മാരോടാണ്. അവന് പോരാട്ടമുള്ളത് ദൈവം രാജ്യമായി സ്ഥിതി ചെയ്യുന്നിടത്ത് വസിക്കുന്നവരോടാണ്. അല്ലെങ്കിൽ ദൈവത്തെ രാജാവായിട്ട് അവരുടെ ഹൃദയങ്ങളിൽ വാഴിച്ചിരിക്കുന്ന വിശുദ്ധന്മാരോടാണ്. ആമേൻ ദുഷ്ടസിംഹാസനങ്ങൾക്ക് പോരാട്ടമുള്ളത് എന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. നാം ആരാണ്? നാം സർവശക്തനായ ദൈവത്തെ ആമേൻ നമ്മുടെ ഹൃദയങ്ങളിൽ വാഴിച്ചിരിക്കുന്നവരാണ്. നമ്മുടെ ഹൃദയ കവാടം തുറന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ പ്രധാന സീറ്റില് അല്ലെങ്കിൽ ഭരണത്തിന്റെ സീറ്റില് ആ രാജാവിന് ഇരിക്കാനുള്ള മഹാസിംഹാസനത്തില് നാം ദൈവത്തെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം വസിക്കുന്ന സ്ഥലം ആമേൻ അത് ഏത് സ്ഥലമാണ്? അതാണ് ദൈവരാജ്യം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്.
അങ്ങനെയാണെങ്കിൽ ദൈവം രാജാവായി ഭരിക്കുന്നിടം ദൈവരാജ്യവും, ആമേൻ, ദുഷ്ടൻ രാജാവായി ഭരിക്കുന്ന സ്ഥലം, ആമേൻ, ദുഷ്ടന്റെ അധീനതയിലുള്ള രാജ്യവുമാണ് എന്ന് നാം തിരിച്ചറിയും. അപ്പോൾ ഈ ദുഷ്ടസിംഹാസനത്തിന് ദൈവത്തെ അംഗീകരിച്ചിട്ടുള്ള ദൈവമക്കളോട് എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവവൈദ്യനെ എനിക്കും നിങ്ങൾക്കും ആശ്വാസം തരുന്ന ഒരു വാചകമാണ് 125 സങ്കീർത്തനം 3 വാക്യത്തിൽ ഓർപ്പിച്ചത്. ആമേൻ, ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. അതിന്റെ 1 വാക്യം എന്നാണ് ഓർപ്പിക്കുന്നത്? 125 സങ്കീർത്തനം അതിന്റെ 1 വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവരെ കുലുക്കാൻ നോക്കുന്ന ഒരു ദുഷ്ടശക്തി ഉണ്ട് എന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ആ ശക്തിയെ കുറിച്ചാണ് 3 വാക്യത്തിൽ ഓർപ്പിച്ചത്. എന്നാൽ ആശ്രയം എവിടെയാണെന്ന് ഇന്ന് പകൽക്കാലം ഉറപ്പാക്കുക. ഈ ദുഷ്ടശക്തിക്ക് നിന്നെ കുലുക്കുക എന്നുള്ളതാണ് അതിന്റെ തന്ത്രം. ഈ ദിവസങ്ങളില് ഇവന്റെ കുലുക്കത്തിൽ കുലുങ്ങിക്കിടക്കുന്ന ചില പ്രിയപ്പെട്ടവരോടാണ് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. പ്രിയ സഹോദര, നിന്റെ അവകാശത്തിന്റെ മേല് വാഴുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. നിന്റെ ആരോഗ്യത്തിന്റെ മേല് അവന്റെ ചെങ്കോൽ വാഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ശരീരത്തിന്റെ മേല് അവകാശം പറയുവാൻ ഒരിക്കലും പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഒരിക്കൽ പിസ്ഗ മലമുകളില്, ആമേൻ, ഒരു ദൈവഭക്തന്റെ ശരീരത്തിന് വേണ്ടി ഈ പിശാച് ഇറങ്ങിച്ചെന്ന് വാദിച്ചത് നമുക്കറിയാം. ഹല്ലേലൂയ. അവന്റെ ശരീരം കൊണ്ടുപോകുവാൻ മീഖായേൽ ഇറങ്ങി വന്നപ്പോൾ, സ്തോത്രം, അവനെ സ്വർഗത്തിലേക്ക് വിടാതെ പിടിച്ചു വെച്ചിട്ട് അതിനുവേണ്ടി വാദിച്ച ചരിത്രം നമുക്കറിയാം. എന്നാൽ ആമേൻ, സാക്ഷാൽ മീഖായേലിനെ വിട്ട് തന്റെ ഭക്തന്റെ ബോഡി അവിടുന്ന് വിടുവിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നതെങ്കിൽ നിന്റെ അവകാശത്തെ, നിന്റെ ശരീരത്തിന്റെ മേൽ അവകാശം പറയുവാൻ ദുഷ്ടപിശാചിനെ ദൈവം അനുവദിക്കത്തില്ലെന്ന്, ഈ ദുഷ്ടവ്യാപാരത്തെ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. അവന് ദൃഷ്ടിയുള്ളത് ദൈവ പൈതലിന്റെ ആരോഗ്യത്തിന്റെ മേലാണ്. അവൻ ദൃഷ്ടി വെക്കുന്നത് ദൈവ പൈതലിന്റെ സമ്പത്തിന്റെ മേലാണ്. അവൻ ദൃഷ്ടി വെക്കുന്നത് ദൈവ മക്കളുടെ തലമുറകളുടെ മേലാണ്. അവൻ ദൃഷ്ടി വെക്കുന്നത് ദൈവ മക്കളുടെ നന്മയുടെ മേലാണ്. അവൻ ദൃഷ്ടി വെക്കുന്നത് നിന്റെ സന്തോഷത്തിന്റെ മേലാണ്. അവൻ ദൃഷ്ടി വെക്കുന്നത് നിന്റെ സമാധാനത്തിന്റെ മേലാണ്. അവൻ ദൃഷ്ടി വെക്കുന്നത് ദൈവ മക്കളുടെ ജോലിയുടെ മേലാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ദൈവ മക്കൾ ഹല്ലേലൂയ കുലുങ്ങിപ്പോയാൽ, ആമേൻ, ആ കുലുക്കത്തിൽ അവര് ദൈവത്തെ തള്ളിപ്പറഞ്ഞ് അവൻ അന്ധകാരത്തിന് കീഴ്പ്പെട്ടു പോകുവാൻ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് വല്ല വിധേയയും എന്നെയും നിങ്ങളെയും ഈ ദുഷ്ടവ്യാപാര ശക്തികള് കീഴ്പ്പെടുത്തി, ഹല്ലേലൂയ, അവന്റെ അധീനതയിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നിയമം കൊണ്ട് ദുഷ്ടത നിർമ്മിക്കുന്നു, അല്ലേ? അങ്ങനെ മാനുഫാക്ചർ ചെയ്യാവുന്ന ഒരു സാധനമാണോ ദുഷ്ടത? ആ വാക്യം വളരെ വ്യക്തമല്ലേ? അവിടെ ഇങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആമീൻ, കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനമാണ്. അപ്പൊ കഷ്ടത നിർമ്മിക്കുന്നതാണ്. ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ കഷ്ടത? പതനമാണല്ലോ പറഞ്ഞത്. അപ്പം പതനത്തെ നമുക്ക് നിഷേധിക്കാൻ ഒക്കത്തില്ല. എന്നാൽ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ. ആമീൻ. Shall the throne of iniquity which devise evil by law എന്ന് പറഞ്ഞാൽ ദുഷ്ടതന്ത്രങ്ങൾ നിയമപരമായി സൃഷ്ടിക്കുന്നു എന്നാണ് വാസ്തവത്തിൽ അതിന്റെ അർത്ഥം. അപ്പോൾ നിയമത്തിലൂടെ ദുഷ്ടത സൃഷ്ടിക്കുന്ന ഒരു തന്ത്രം, അത് ഈ സിംഹാസനത്തിന്റെ ഒരു പ്രത്യേകത. എക്കാലത്തും നിയമങ്ങൾ വരുമ്പോൾ ഓർത്തുകൊള്ളണം, പിശാച് എപ്പോഴും നിയമകർത്താക്കന്മാരെ കരങ്ങളിൽ എടുത്ത് ദൈവമക്കൾക്കും ദൈവീക കാര്യങ്ങൾക്കും വിരോധമായി
എപ്പോഴും അവൻ പോരാടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും അതിന്റെ പിന്നിലെ നിയമങ്ങളുമൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് അതിന്റെ അടിത്തട്ടിലേക്ക് വരുമ്പോൾ അവിടെയെല്ലാം ദൈവമക്കൾക്ക് യോഗ്യമല്ലാത്തതും അവരുടെ ആരാധനയെയും അവരുടെ കൂട്ടായ്മയെയും അവരുടെ ദൈവിക ബന്ധങ്ങളെയും ഒക്കെ തകർക്കുവാൻ സാധ്യമാകും വിധത്തിൽ എപ്പോഴും നിയമങ്ങളെ തിരിച്ചുവിടുന്ന ഒരു ദുഷ്ടശക്തി ഈ ലോകത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 4, 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ദുഷ്ടശക്തി സാക്ഷാൽ ദൈവപുത്രനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ആ ഭാഗം നമുക്കറിയാം. ആരെയാ? യേശു ക്രിസ്തുവിനെ പ്രലോഭിപ്പിച്ചത് എങ്ങനെയാണ്? 5-ാം വാക്യം, പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളും ക്ഷണത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അതെങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു? എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നെക്സ്റ്റ് വേഴ്സ്, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. നോക്കണേ, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും. ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന 10 കൽപ്പനകൾ, ആ കൽപ്പനകളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ആ ഓരോ കൽപ്പനകളും പൊളിച്ചടുക്കി എഴുതുക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം. ഓരോ കൽപ്പനകളും നിങ്ങൾ എടുത്തു നോക്കിക്കോ. 1-ാം കൽപ്പനയുടെ ലംഘനമാണ് പിശാച് ഇവിടെ ആഗ്രഹിക്കുന്നത്. അത് ആരിലൂടെ? സാക്ഷാൽ ദൈവപുത്രനിലൂടെ. ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ ദൈവത്തെ ആരാധിക്കേണ്ട ദൈവപുത്രനെ ഇവിടെ ആരെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുകയാണ്? പിശാച് പറയുക, ഈ ലോകവും അതിന്റെ സകല മഹത്വവും എങ്കിൽ പരമേൽപ്പിച്ചിരിക്കുക, എനിക്കിഷ്ടമുള്ളവന് ഞാൻ അവൻ കൊടുക്കുമെന്ന്. അഹങ്കാരമാ പറഞ്ഞത്. അവന്റെ കയ്യിൽ എങ്ങും ഏൽപ്പിച്ചില്ല. അതന്നെ അവന്റെ കയ്യിൽ എങ്ങനെയാ ചെന്ന് പെട്ടതെന്നൊക്കെ നമുക്കറിയാം. ഈ അധികാരങ്ങളൊക്കെ ദൈവം മനുഷ്യൻ കൊടുത്തതാണ്. പാപത്തിലൂടെ മനുഷ്യനെ കീഴ്പ്പെടുത്തി സ്വർഗത്തിലെ പിതാവായ ദൈവം മനുഷ്യന് കൊടുത്തിരുന്ന സകല അധികാരങ്ങളും അവനെ അടിമകളാക്കി വെച്ചുകൊണ്ട് അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് ദൈവം അവൻ മനുഷ്യന് കൊടുത്ത അധികാരങ്ങളെല്ലാം കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ ഞെളിഞ്ഞു നടന്ന് പറയുകയാണ്, സകല അധികാരവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിശാചേ, നിന്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിട്ടില്ല, പക്ഷെ വചനം പറയുന്നു നിന്റെ അധീനതയിലായി. എന്ന് വെച്ചാൽ നീ അധീനപ്പെടുത്തി കൈവശപ്പെടുത്തിയതാ, അല്ലെങ്കിൽ നീ എൻക്രോച്ച് ചെയ്ത് പിടിച്ചെടുത്തതാ. ഇന്ന് ഇന്ത്യ ചൈന ബോർഡറിൽ നടക്കുന്നത് പോലെ അല്ലെ, ഓരോ ഇഞ്ചായിട്ട് അധീനപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ അവന്റെ തന്ത്രത്തിലൂടെ ആക്രമിച്ച് ദൈവം അവന് കൊടുത്തിരുന്ന സകല അധികാരങ്ങളും പിടിച്ചടക്കി അതെല്ലാം അവന്റെ കയ്യിൽ വെച്ചിട്ട് ഇപ്പോൾ പറയുകയാണ്, സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ ഭൂമിയെ വാഴുവാനുള്ള അധികാരം ലഭിച്ചിരുന്നത് മനുഷ്യന്. ആമേൻ. നീ ഭൂമിയിൽ പെറ്റുവരികയും ഇതിനെ അടക്കി വാഴുക എന്നുള്ള അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഭരണം നടത്തുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി ഭൂമിയെ വാഴുവാൻ നിയമിക്കപ്പെട്ട മനുഷ്യൻ, ആമേൻ, ദൈവത്തെക്കാട്ടിൽ കൂടുതൽ അവന്റെ സ്വയം ഇഷ്ടത്തിന് കീഴ്പ്പെട്ടപ്പോൾ അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി അവന്റെ സ്വയത്തെ തന്നെ അവന്റെ സ്ഥാനത്ത് കയറ്റി ഇരുത്തിയപ്പോൾ അവൻ 1-ാം കൽപ്പന ലംഘിച്ചു. ആമേൻ. ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവനെ തന്നെ ദൈവത്തിന്റെ സ്ഥാനത്ത് ദൈവമാക്കി വെച്ചു. സ്തോത്രം. പിശാചിന്റെ തന്ത്രങ്ങളിൽ പെട്ടത് ഒന്നാണ്. അവൻ ഒരിക്കലും അവനാണ് ഭരിക്കുന്നതെന്ന് കാണിക്കത്തില്ല. അവൻ തന്ത്രത്തിലൂടെയാണ് എന്താണ് ചെയ്യുന്നത്?
നീയാണ് ഭരിക്കേണ്ടത്, നീയാണ് ദൈവം, നിന്നിലാണ് ശക്തിയുള്ളത്, നിനക്ക് തന്നെ ഇതെല്ലാം ചെയ്യാൻ കഴിയും. പിന്നെന്തിനാ ദൈവത്തിന്റെ അടുത്ത് പോകുന്നത്? നിനക്ക് കഴിവുണ്ടല്ലോ, നിനക്ക് ആരോഗ്യമുണ്ടല്ലോ, നിനക്ക് ബുദ്ധിയുണ്ടല്ലോ, നിനക്ക് സകലതും കാണാനുള്ള ജ്ഞാനമുണ്ടല്ലോ, നിനക്കിനി ചെയ്തുകൂടെ? നിന്നെക്കാട്ടിൽ വലിയൊരു ദൈവമുണ്ടോ എന്ന് ചോദിച്ച് ആമേൻ അവനിൽ തന്നെ ഒരു ദൈവത്തെ കാണിച്ചു കൊടുത്ത അഹം ബ്രഹ്മസ്മി എന്നൊക്കെ പറയുന്നത് പോലെ മനുഷ്യനെ ദൈവത്തിന്റെ തലത്തിലേക്ക് ഉയർത്തി പിശാച് ചെയ്ത ഒരു മഹാക്രൂരത മറ്റൊന്നുമല്ല, അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ള പിശാചിന്റെ തന്ത്രമാണ് അവിടെ വിജയിപ്പിച്ചെടുത്തത്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാം കൽപ്പനയുടെ ലംഘനം അവിടെ നടന്നു. ആ പരിപാടിയിലൂടെ ക്രിസ്തുവിനെ കീഴ്പ്പെടുത്താൻ ഒക്കത്തില്ലെന്ന് അവൻ അറിയാറുണ്ട്. പക്ഷെ അതിന് വേറൊരു മാർഗം ഉപയോഗിച്ചു, ഒരു പ്രലോഭനം. ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളെ അങ്ങ് കാണിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാ, മുഴുവൻ തന്നേക്കാം. എന്തൊരു നല്ല വാഗ്ദാനമാണ്, എന്തൊരു നല്ല ഓഫറാണ് കർത്താവിന്റെ കയ്യിൽ വെച്ചത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, കർത്താവ് ഒരു പക്ഷെങ്കിൽ ഈ ഒരു ഓഫർ അങ്ങ് അക്സെപ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെയായിരുന്നു? ഹല്ലേലൂയ. ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന സർവ്വലോകത്തെയും അതിൽ വസിക്കുന്ന മനുഷ്യനെയും ഈ ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് വെടിവെക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന ദൈവപുത്രനെ തന്നെ അവൻ കീഴ്പ്പെടുത്തി അവന്റെ മേലും അവൻ അധികാരം സ്ഥാപിച്ച് സ്വർഗത്തിലെ പിതാവായ ദൈവം പുത്രനും പരിശുദ്ധാത്മാവും കൂടെ വിഭാവനം ചെയ്ത മാനവരാശിയുടെ രക്ഷ എന്ന പദ്ധതി എന്നേക്കുമായിട്ട് പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുവാനുള്ള പിശാചിന്റെ തന്ത്രമായിരുന്നു അത്. അവിടെ അവൻ യേശു കീഴ്പ്പെട്ടു കൊടുത്തില്ല, അവന് തക്ക മറുപടി വചനത്തിലൂടെ തന്നെ കൊടുത്തു. Can we read verse 8 of that chapter? അതിന്റെ 8ാം വാക്യം എന്താണ് അവിടെ യേശു കൊടുത്ത മറുപടി? യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. Praise the Lord. Hallelujah. അപ്പോൾ ഒന്നാം കൽപ്പനയുടെ ലേഖനം അല്ലേ, നിയമത്തിന് വിരോധമായി വ്യാപരിക്കുന്ന ഒരു ശക്തി. രണ്ടാമത്തെ കൽപ്പന എന്തായിരുന്നു? സ്തോത്രം. സ്വർഗത്തിലെങ്കിലോ ഭൂമിയിലെങ്കിലോ താഴെ വെള്ളത്തിലുള്ളോ ഉള്ള എന്തെങ്കിലും ഉണ്ട്, ഏതിൻ്റെങ്കിലോ പ്രതിമ ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്. സ്തോത്രം. പിശാച് ലോകം ആദ്യം മുതൽ ചെയ്തത് ഇത് തന്നെയാണ്. ആമീൻ. നോഹയുടെ കാലത്തിനു മുമ്പ് തന്നെ എന്തു ചെയ്തു? മനുഷ്യനെ ആമീൻ വിഗ്രഹങ്ങളെ സേവിക്കുവാൻ പഠിപ്പിച്ചു, സൂര്യനെ നമസ്കരിക്കുവാൻ പഠിപ്പിച്ചു. നിമ്രോദിലൂടെ സൂര്യ നമസ്കാരം ലോകത്തിൽ കൊണ്ടുവന്നു. മാനവരാശിയെ മുഴുവൻ അവർക്ക് ശക്തി എന്ന് തോന്നിയതിനെ എല്ലാം ആരാധിക്കുവാൻ മനുഷ്യനെ പഠിപ്പിച്ചു. ആമീൻ. സൂര്യനെ, ചന്ദ്രനെ, വെള്ളത്തെ, ആമീൻ തീയെ എന്ന് വേണ്ട മനുഷ്യൻ അപ്രാപ്യമെന്ന് ആമീൻ അവന്റെ ശക്തിക്ക് നിൽക്കുന്നതല്ല എന്ന് തോന്നിയ കാറ്റിനെ വരെ ആമീൻ ആരാധിക്കുവാൻ പഠിപ്പിച്ച് ആമീൻ അതിൻ്റെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുവാൻ പഠിപ്പിച്ച് മറ്റൊരു ദൈവത്തെ അവരുടെ ഇടയിൽ അവർക്ക് കാണിച്ചു കൊടുത്ത് ദൈവിക നിയമത്തിന് വിരോധമായി മറ്റൊരു നിയമം ഈ ലോകത്തിൽ നടപ്പാക്കിയെടുത്ത് ആമീൻ ഹല്ലേലൂയ സൃഷ്ടിതാവിനെക്കാട്ടിൽ കൂടുതലായി സൃഷ്ടിയെ ഭജിക്കുവാൻ മനുഷ്യനെ ആമീൻ പ്രേരിപ്പിച്ച ഒരു ദുഷ്ടവ്യാപാര ശക്തി. എത്രയോ മനുഷ്യനെയാണ് ഈ അന്ധകാരത്തില് ഈ നിയമത്തിന് വിരോധമായിട്ട് അവൻ കുടുക്കിയിട്ടിരിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കുക. സ്തോത്രം. യേശുവിനെ പോലും അവൻ വിട്ടില്ലെങ്കിൽ, യേശുവിനെ പോലും ആമീൻ തന്ത്രത്തിലൂടെ കൊടുക്കുവാൻ ശ്രമിച്ചെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഈ പോരാട്ടം നിരന്തരം നമ്മോടുണ്ട്. ഈ പോരാട്ടത്തിന് കീഴിലാണ്, ഈ പ്രലോഭനത്തിന് കീഴിലാണ് നാം എല്ലാവരും ജീവിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം മറന്നുപോകരുത്. അതുകൊണ്ട് ഇതിനെ എതിർക്കുവാൻ നമ്മൾ ശരിയായിട്ട് അറിഞ്ഞിരിക്കണം, പഠിക്കണം. ഇവിടെ ദുഷ്ടനെ നമസ്കരിച്ചാൽ യേശു അവന്റെ അധീനതയിലായിപ്പോയത്. ഹല്ലേലൂയ. എന്നാൽ ലോക ചരിത്രത്തിലെ ഒന്ന് രണ്ട് ചെറിയ സംഭവങ്ങൾ വേദപുസ്തക ചരിത്രത്തിലൂടെ ഓർമ്മിച്ച് നിയമത്തിലൂടെ ഇവൻ സൃഷ്ടിച്ച ചില കഷ്ടതകളെ ആമേൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ഒന്ന് ഉണർത്തിച്ച് ഈ വാക്യത്തിൽ നിന്ന് വിരമിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം ഒന്ന് കടന്നു വന്നാണ്. The book of Exodus, chapter 1.
ആമേൻ. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം. നമുക്കറിയാം, ആമേൻ, മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവരെ പുറപ്പെടുവിച്ച ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണല്ലോ പുറപ്പാട് പുസ്തകം. അതിന്റെ 7-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. വേഴ്സ് 7 ഓൺവേർഡ്സ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ട് ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. നോക്കണേ, ഇസ്രായേൽ മക്കൾ അവർ പ്രവാസികളായി പോയി പാർത്ത മിസ്രയീമിൽ അവർ നിറഞ്ഞു, അവർ പെരുകി, അവർ വളരുന്നു, അവർ പ്രബലരാകുന്നു, അവർക്ക് ശക്തി ലഭിക്കുന്നു, അവരൊരു വലിയ കൂട്ടമാകുന്നു എന്ന് കണ്ടപ്പോൾ ഉടനെ ശത്രുവിന് ആമേൻ ഇളക്കം തട്ടി. അടുത്ത വാക്യം, 8-ാം വാക്യം. അനന്തരം യോസെഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് മിസ്രയീമിൽ ഉണ്ടായി. അവൻ തന്റെ ജനത്തോട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു. അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മോട് പൊരുത് ഈ രാജ്യം വിട്ടുപോയി കളവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയായി പെരുമാറുക. നോക്കണേ, ബുദ്ധിയോടെ പെരുമാറുന്ന ഒരു പറവോൻ. പിശാചിന് നല്ല നിഴലാണ് പറവോൻ. പിശാചിന്റെ ആത്മാവ് അതുപോലെ വ്യാപരിച്ച ഒരു രാജാവ്. ഇസ്രായേൽ മക്കൾ യോസഫിനെ അറിയാത്ത വേറൊരു രാജാവ് തലമുറ വന്നു. അവൻ നോക്കിയപ്പോൾ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ പ്രബലപ്പെട്ടു. അവർ മിസ്രയീമ്യരോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ നാളെ ഒരു യുദ്ധമുണ്ടായാൽ നമ്മൾ തോന്നി. പ്രിയ ദൈവമക്കളെ, ദൈവജനത്തിന്റെ ബലം കണ്ട് ഭയപ്പെടുന്നവനാണ് പിശാച്. ദൈവജനത്തിന്റെ ബലമെന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് ആളിന്റെ പെരുപ്പത്തിലല്ല. ഇന്ന് രാത്രി, ഇന്ന് പകലൊന്നും മനസ്സിലാക്കണേ. 4000-ഓ 10,000-ഓ പേര് കൂടുന്ന ഒരു സ്ഥലത്തെ പിശാചിന് പേടിയില്ല. എന്നാൽ വിശുദ്ധിയിലും വേർപാടിലും പരിശുദ്ധാത്മ ശക്തിയിലും ആരാധിക്കുന്ന 3 ഉള്ളിടത്ത് പിശാച് ഭയപ്പെടും. അവന് ഭയം അവിടെയാണ്. ആൽപ്പെരുപ്പമുള്ളൊരു സഭയെ പിശാചിന് ഭയമില്ല. എന്നാൽ വിശുദ്ധിയിലും വേർപാടിലും നിൽക്കുന്ന ഒരു സഭയെ പിശാചിന് ഭയമാണ്. കാരണം അവിടെ അവന്റെ തന്ത്രം ഫലിക്കത്തില്ല. അങ്ങനത്തെ സഭകൾ പുഷ്ടിപ്പെടുന്നത് പിശാചിന് ഇഷ്ടമല്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് വിരോധമായി നിയമങ്ങൾ കൊണ്ടുവന്ന് അതിനകത്ത് പ്രശ്നങ്ങളിട്ട്, അതിനകത്ത് മ്ലേച്ഛതകളിട്ട്, അതിനകത്ത് ദൈവിക വചനങ്ങളെ ആമേൻ എന്താണ് പറയുന്നത്, അനുസരിക്കാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ കാഠിന്യമിട്ട് വിശുദ്ധിയും വേർപാടും തെറ്റിച്ച് അവരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ദുഷ്ടശക്തി. ഇവിടെ പറവോൻ ചെയ്തത് എന്താ? മിസ്രയീമ്യരോട് പറഞ്ഞു, ഈ കണക്കിന് പോയാൽ ഇവര് നാളെ ഒരു യുദ്ധമുണ്ടായാൽ നമ്മൾ തോറ്റുപോകും. അതുകൊണ്ട് ബുദ്ധിപൂർവം അവരോട് ഇടപെടുക. എന്തോ ആ ബുദ്ധിപൂർവം ഇവൻ ചെയ്ത പരിപാടി എന്ന് കേൾക്കണേ. അവൻ പറയുകയാണ്, 11-ാം വാക്യം. അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ ഊഴിയ വിരാജകന്മാരെ ആക്കി അവർ പിത്തോം റംസേസ് എന്ന സഭാ നഗരങ്ങളെ ഫറവോന് പണിത്. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. ഇതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത. ഫറവോനെ നീ പീഡിപ്പിച്ചാൽ പീഡിപ്പിക്കും തോറും പെരുകുന്നൊരു ജാതിയ ദൈവമക്കൾ. ഇസ്രായേൽ മക്കളോടൊന്ന് നോക്കിക്കേ. 2 മഹാനഗരങ്ങൾ പണിയാൻ തക്കവണ്ണം അതിന് കട്ട ചുട്ടതും ഇഷ്ടിക ഉണ്ടാക്കിയതും മണ്ണ് കുഴച്ചതും ഊഴിയ വിചാരകന്മാരെ നിർത്തി റെസ്റ്റ് കൊടുക്കാതെ, പ്രോപ്പറായിട്ട് ആഹാരം കൊടുക്കാതെ, അല്പമൊന്ന് വിശ്രമിച്ചാൽ ചാട്ടവാറും കൊണ്ട് അടിച്ച് അടിമകളെ പോലെ വേല ചെയ്യിപ്പിച്ച് ഒടുവിൽ വീണ്ടും ദണ്ഡനം വർദ്ധിപ്പിക്കത്തക്കവണ്ണം കട്ട ചുടാനുള്ള വൈക്കോല് പോലും അവർക്ക് കൊടുക്കാതെ അതും കൂടെ നിങ്ങൾ കൊണ്ടുവരണം
എന്നാൽ പ്രൊഡക്ഷൻ ഒട്ടും കുറയാനൊക്കത്തില്ല. ഈ തരത്തിൽ അവരുടെ മേൽ ജോലിഭാരമിട്ട് അവരെ പീഡിപ്പിച്ച ദുഷ്ടഫറവോൻ അവന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ലായിരുന്നു, ഈ ജനം പീഡനത്തിൽ തളരണം. പക്ഷേ അവിടെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു നല്ല വാക്യം ദൈവവചനോട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു, അതുകൊണ്ട് അവർ ഇസ്രായേൽ നിമിത്തം പേടിച്ചു. പീഡിപ്പിക്കപ്പെടും തോറും വർദ്ധിക്കുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ മാർഗമാണ്, അത് യേശുവിന്റെ മാർഗമാണ്, അത് നീതിമാന്മാരുടെ പ്രസ്ഥാനമാണ്, അത് ദൈവ മക്കളാണെന്ന് ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവസഭയെ ഈ വചനത്തിലൂടെ ഒരു ദൂത് വിളിച്ചു പറയാം. നീ ഇന്ന് പീഡനത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നീ ഇന്ന് ശോധനയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നീ ഇന്ന് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നീ ഇന്ന് വേദനയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ഇതിനപ്പുറത്ത് നിനക്കൊരു വർധനമുണ്ട്. നിന്നെ തകർക്കാനുള്ളതല്ലിത്. ശത്രു ഉദ്ദേശിച്ചത് നിന്റെ പരാജയമാണെങ്കിലും ആ പരാജയങ്ങളെ വിജയമാക്കി തീർക്കുന്ന, നിന്റെ ഇല്ലായ്മകളെ ശക്തിയാക്കി മാറ്റുന്ന, നിന്റെ ക്ഷീണങ്ങളെ ബലമാക്കി മാറ്റുന്ന ഒരു ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. പക്ഷെ നീ ആരായിരിക്കണം? നീ വാസ്തവത്തിൽ ഒരു ഇസ്രായേലായിരിക്കണമെന്നാണ് അതിന്റെ സ്ഥാനം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പെരുകി വരുന്നത് കണ്ടിട്ട് ആമേൻ ഫറവോൻ ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. ഒടുവിൽ പിന്നെ ഹല്ലേലൂയ ഫറവോന് ആശുപത്രിയിലെ നഴ്സുമാരെ കയ്യിലെടുത്തു. ഞാൻ എൻ്റെ ഭാഷയിലൊക്കെ പറയുക. അടുത്ത 15-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ മിസ്രയീം രാജാവ് സിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സ്ത്രീകൾ സൂതികർമ്മിണികളോട്, എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നു എങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലണം, പെണ്ണാകുന്നുവെങ്കിൽ ജീവനോട് ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. അപ്പോൾ മിസ്രയീമിലാണെങ്കിൽ പോലും ദൈവത്തെ ഭയപ്പെടുന്ന ചില ജോലിക്കാരവിടെ ഉണ്ടായിരുന്നു. അവരാ പറഞ്ഞത് ചെയ്തില്ല. സ്തോത്രം അല്ലേ? രാജാവ് പറഞ്ഞു, ഇവരെങ്ങനെങ്കിലും ഇവരുടെ വർധനമെന്ന് കുറയ്ക്കണമെന്നാ ചിന്തിച്ചത്. ഇവരിനിയും അങ്ങോട്ട് മുന്നോട്ട് വളരരുത്, ഇവരുടെ എണ്ണം കൂടരുത്, ഈ മാർഗം നിലനിൽക്കരുത്, ഈ ജാതി എങ്ങനെയും ഇല്ലാതാകണം. അതിനാണ് അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷെ പീഡിപ്പിക്കാൻ ശ്രമിക്കും തോറും ഇത് വർദ്ധിച്ചതല്ലാതെ ഇത് തളർന്നില്ല. അപ്പോൾ അടുത്ത മാർഗമെടുത്തു. ആമേൻ. അവരുടെ ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയും. സൂതികർമ്മിണികളോട് പറഞ്ഞു, സ്തോത്രം ഹല്ലേലൂയ. സൂതികർമ്മിണികൾ പറഞ്ഞു, ഫറവോനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതിന്റെ 19-ാം വാക്യം അല്ലേ? സൂതികർമ്മിണികൾ ഫറവോനോട്, എബ്രായ സ്ത്രീകൾ മിസ്രയീമ്യ സ്ത്രീകളെ പോലെ അല്ല, അവർ നല്ല തിറമുള്ളവർ. സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവം സൂതികർമ്മിണികൾക്ക് നന്മ ചെയ്തു. ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെടുക കൊണ്ട് അവർ അവർക്ക് കുടുംബവർദ്ധന നൽകി. ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ടുകളയണമെന്ന്, അവൻ ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്ന് കൽപ്പിച്ചു. അപ്പോൾ സൂതികർമ്മിണികൾ ചെയ്യാതെ വന്നപ്പോൾ ഇസ്രായേലിയുടെ എല്ലാ ആൺമക്കളെയും നദിയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി കൊന്നുകളയണമെന്ന് കൽപ്പന കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കൽപ്പന കൊടുത്ത ഫറവോനെ തന്റെ ജനത്തെ രക്ഷിക്കുവാനുള്ള, വീണ്ടെടുക്കുവാനുള്ള ഒരു മോശയെ നിന്റെ കുടുംബത്തിനകത്ത് തന്നെ വളർത്തി പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു മഹാസിംഹാസനം നിന്റെ മുകളിലുണ്ടെന്ന് നീ മനസ്സിലാക്കി ഇന്ന് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവൈതലെ, ദുഷ്ടൻ എത്ര കഷ്ടത നിർമ്മിച്ചാലും അതിൻ്റെ മണ്ടയ്ക്ക് അധികാരം നടത്താൻ കഴിയുന്ന, അതിൻ്റെ മുകളിൽ ദൈവമക്കളെ വിടുവിക്കാൻ കഴിയുന്ന മറ്റൊരു ദൈവിക സിംഹാസനം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽക്കാലം പിന്നെയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളണം. മറ്റൊരു ചിന്തയിലേക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വേദഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം. അതിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. സ്തോത്രം. ആമേൻ. 3-ാം അധ്യായം, ഡാനിയേൽ ചാപ്റ്റർ 3 വേഴ്സ് 5 and 6.
ഇവിടെ നോക്കണേ, നിയമം കൊണ്ട് ദൈവിക ആരാധനയ്ക്ക് തുരങ്കം വെക്കാൻ ശ്രമിച്ച ഒരു രാജാവിന്റെ അതിൽ അകപ്പെട്ടു പോയ ചില വിശുദ്ധന്മാരുടെ ഭക്തന്മാരുടെ ചരിത്രമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്താണ് അവിടെ ഓർപ്പിച്ചത്? കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാദസ്വരം മുതലായ സകല വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ വീണ് നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയണം. നോക്കണേ, സ്തോത്രം. എന്താ നെബൂഖദ്നേസറെ നിന്റെ രാജ്യത്തിൽ ഇങ്ങനൊരു നിയമം ഇതിനു മുമ്പ് വരാതിരുന്നത്? എത്രയോ പഴയ ഒരു സാമ്രാജ്യമായത്. ഇങ്ങനൊരു നിയമം ഇതിനു മുമ്പ് വന്നിട്ടേ ഇല്ല. ഇപ്പോൾ ആ നിയമം വരാൻ ഒരു കാര്യമുണ്ട്. കാരണം ആ ലോകത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തിക്ക് ബോധ്യപ്പെട്ടു, അവന്റെ ശക്തിക്ക് കീഴ്പ്പെടാത്ത, അവന്റെ സിംഹാസനത്തിനും അധികാരത്തിനും കീഴ്പ്പെടാത്ത കുറച്ച് എബ്രായ ബാലന്മാർ സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ചില ചെറുപ്പക്കാർ ആ ദേശത്ത് വന്നിരിക്കുന്നു. അവരെ കുടുക്കുക എന്നുള്ളൊരു തന്ത്രവും ലക്ഷ്യവും മാത്രമായിരുന്നു ഈ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദുഷ്ടശക്തികളുടെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിൽ അവർ വിജയിച്ചു അല്ലേ? ചന്ദ്രക്കിനെ, മേശക്കിനെയോ വേദനോമിനെ പിടിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. വിളംബരം പുറപ്പെടുവിച്ചു. ദേശത്തിലെ എല്ലാവർക്കും അത് ബാധകമാണ്. കാഹളം മുഴങ്ങുമ്പോൾ എവിടെയാന്ന് പറഞ്ഞാലും അവിടെ ദേശത്ത് നിർത്തിയിരിക്കുന്ന ഭീമാകാരമായ നെബൂഖദ്നേസറിന്റെ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. നമസ്കരിച്ചില്ലെങ്കിൽ അപ്പോൾ തന്നെ പിടിച്ചോണ്ട് പോയി എരിയുന്ന തീച്ചൂളയിലിട്ട് കൊന്നു കളയുവാൻ, ചുട്ടുകരിച്ച് കളയുവാൻ നിയമം നിലവിൽ നിൽക്കുമ്പോൾ ഇതാ ഇവിടെ ചില ബാലന്മാർ 15-ാം വാക്യം ഇങ്ങനെ കാണുന്നു: ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാദസ്വരം മുതലായ സകല വിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്, നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവനാർ. സ്തോത്രം. ഈ ലോകത്തിന്റെ അന്ധകാര ശക്തി ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ശക്തി ഏതാണ്? അങ്ങനെ ഒരു സിംഹാസനമുണ്ടോ? അങ്ങനെ ഒരു രാജ്യമുണ്ടോ? അങ്ങനെ ഒരു രാജാവുണ്ടോ? ചന്ദ്രക്കും മേശക്കും അഭ്യദ്രകവും രാജാവിനോട് നെബൂഖദ്നേസറേ ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. അവര് പറയുന്ന മറുപടി കേട്ടോ: രാജാവേ, ഇതിനകത്ത് രണ്ടാമത് ഒന്നുകൂടെ ചിന്തിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഞങ്ങളുടെ തീരുമാനമാ. ഈ തീരുമാനത്തിൽ നിന്ന് ഞങ്ങളെ ചലിപ്പിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. അത് ജയിലറയാകട്ടെ, അത് തീച്ചൂളയാകട്ടെ, അത് സിംഹക്കുഴിയാകട്ടെ, അത് ഞങ്ങളുടെ മരണമാകട്ടെ, എന്തുമാകട്ടെ, ഈ ദൈവത്തെ സേവിക്കുന്നതിൽ നിന്ന്, ആരാധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. പിന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് അവർ പറഞ്ഞതിന്റെ സാരം. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി അല്ല വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ! എന്തൊരു ധീരമായ ഈ ദുഷ്ടസിംഹാസന വിരോധമായിട്ട് തീരുമാനമെടുത്ത ചെറുപ്പക്കാരുടെ അനുഭവമായി പറഞ്ഞത്. പ്രിയ ദൈവങ്ങളെ, ഇതിന്റെ പേരാണ് ക്രിസ്തീയ കഷ്ടത. എന്തുകൊണ്ടാണ് ഈ കഷ്ടത അവർക്ക് വന്നത്? അവർ ഈ ദുഷ്ടസിംഹാസനത്തെ എതിർത്തു. അവർക്ക് വിരോധമായി നിയമം നിർമ്മിച്ച നിയമത്തെ അവർ എതിർത്തു. പലപ്പോഴും ഈ നിയമങ്ങൾ വരുന്നതെല്ലാം ദൈവമക്കളെ പീഡിപ്പിക്കുവാൻ വേണ്ടിയാണ്.
ആ നിയമങ്ങൾ കാണുമ്പോൾ നീ നിന്റെ വിശുദ്ധി കുറയ്ക്കരുത്, നീ നിന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറരുത്, നീ നിന്റെ പ്രാർത്ഥന കുറയ്ക്കരുത്, നിന്റെ വചനധ്യാനത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്, ആരാധനയിൽ നിന്ന് വീണു പോകരുത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വീണു പോകാൻ ഇടയാകരുത്. അതിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് എനിക്കും നിങ്ങൾക്കും വിജയം പ്രാപ്യമാകുന്നത്. ഇവിടെ ചന്ദ്രനും മേശക്കും അഭേദനവും അതുപോലെ തന്നെ നിന്നു. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ആമേൻ. അവര് ആ എരിയുന്ന തീച്ചോളയിൽ എറിയപ്പെട്ടു. അവിടെ നാം കാണുന്നു 25-ാം വാക്യം, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും കണ്ടിട്ടില്ല. 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ വാതിൽക്കൽ അടുത്തു ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കേയും മേശക്കേയും അബേദ്നെഗോവേ പുറത്തു വരുമെന്ന് കൽപ്പിച്ചു. ആമേൻ. തീച്ചൂളയിലിടാൻ പോയവര്, ദൂരത്തു നിന്ന് എറിയാൻ പോയവര് ആ തീയുടെ ചൂട് കാരണം ആമേൻ തീയുടെ കരയ്ക്ക് വെച്ച് തന്നെ, തീകുണ്ടത്തിന്റെ കരയ്ക്ക് വെച്ച് തന്നെ ദഹിച്ചു പോയെങ്കിൽ അത്രയ്ക്ക് 10 മടങ്ങ് തീയുടെ ശക്തി വർദ്ധിച്ചപ്പോൾ, 10 മടങ്ങ് പ്രതികൂലത്തിന്റെ ശക്തി വർദ്ധിച്ചപ്പോൾ, 10 മടങ്ങ് കഷ്ടതയുടെ ശക്തി വർദ്ധിച്ചപ്പോൾ, അതിന്റെ നടുവില്, കഷ്ടതയുടെ തീച്ചൂളയുടെ നടുവില് 3 പേരെയാണ് ഇട്ടതെങ്കില് നെബൂഖദ്നേസർ 3 പേരല്ല, ഇപ്പോൾ ഇതാ 4-ാമനായി ഒരുവനൂടെ. അവൻ 4-ാമനായിട്ടല്ല തീയിൽ ഇറങ്ങിച്ചെന്നത്, അവൻ 1-ാമനായിട്ട് ഇവർക്ക് മുമ്പായി തന്നെ ഈ ദുഷ്ടസിംഹാസനത്തിന്റെ വ്യാപാരത്തിന്റെ ശക്തി അവിടെ വ്യാപിച്ചപ്പോൾ തന്നെ ഈ ദുഷ്ടസിംഹാസനത്തെ എതിർക്കുവാൻ വേണ്ടി 3 നീതിമാന്മാരായ ബാലന്മാര് തീരുമാനമെടുത്തപ്പോൾ തന്നെ 1-ാമനായിട്ട് അവർക്ക് വേണ്ടി തീച്ചൂളയിൽ ഇറങ്ങിച്ചെന്ന ദൈവപുത്രന്റെ സാന്നിധ്യം ഇന്നലെ പകൽക്കാലം തിരിച്ചറിയുന്ന ദൈവമേഖലേ, ഈ ദുഷ്ടസിംഹാസനം എനിക്ക് നിനക്കും വിരോധമായി എത്ര കഷ്ടതകൾ വർദ്ധിപ്പിച്ചാലും അതിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്നിട്ട് പകൽക്കാലം തിരിച്ചറിഞ്ഞ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിയമം കൊണ്ട് വിരോധമായി വരും അല്ലേ? നിയമം കൊണ്ടും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇതേപോലെ ദാനിയേലിനോടും പെരുമാറി. ആമേൻ. നെബൂഖദ്നേസറിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ദൈവത്തെ മാത്രമേ പ്രാർത്ഥിക്കാവൂ. ആ പുള്ളിക്കാരൻ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ട് 3 വട്ടം പുള്ളി പ്രാർത്ഥിച്ചു, ഒരു കുഴപ്പമില്ല. ആമേൻ, ഹല്ലേലൂയ. നെബൂഖദ്നേസറേ, നീയല്ല എന്റെ ദൈവം, ഞാൻ ആരാധിക്കുന്ന ഒരു സത്യദൈവമുണ്ട്. ആ പ്രമാണത്തിൽ നിന്ന് തന്നെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല. ദുഷ്ടസിംഹാസനം എത്ര കഷ്ടതകൾ നിർമ്മിച്ചുകൊള്ളട്ടെ, കഷ്ടത വന്നു, സിംഹത്തിന്റെ കുഴിയിൽ വീഴേണ്ടി വന്നതേ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ സിംഹത്തെ സൃഷ്ടിച്ചവൻ ആമേൻ സിംഹത്തിന്റെ വായടപ്പിച്ച് ആമേൻ, ഹല്ലേലൂയ, ഒരു പട്ടുമത്തയിൽ കിടക്കുന്നത് പോലെ ദാനിയേലെ എന്നെയും നിന്നെയും ഹല്ലേലൂയ രക്ഷിക്കുവാൻ കഴിയുന്നൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഈ ദുഷ്ടസിംഹാസനം എത്ര ശക്തിയോടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം, നിയമങ്ങൾ നിർമ്മിച്ചാൽ അതിൽ നിന്നൊക്കെ വിടിവിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ തരത്തിലുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ രാജ്യത്തും ലോകത്തും നടമാടുന്നത് നമ്മൾ കണ്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത്തരത്തിലുള്ള ഒരു നിയമമായിരുന്നു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എന്തായിരുന്നു? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മതപരിവർത്തന നിയമം എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഒരു നിയമം കൊണ്ടുവന്നു. അവിടെ നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായിരുന്നു ആ നിയമം. എന്തുവായിരുന്നു? ആ രാജ്യത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരേപോലെ അവരവരുടെ മതങ്ങൾ അനുഷ്ഠിക്കുവാനും പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു നിയമം നിലനിൽക്കുമ്പോൾ അതിന് വിരോധമായിട്ട് മറ്റൊരു നിയമം കൊണ്ടുവന്നത് ആരെ ഉദ്ദേശിച്ചായിരുന്നു? ദൈവമക്കളെ ഉദ്ദേശിച്ചായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ ആമേൻ, ഹല്ലേലൂയ, ദുഷ്ടൻ കണ്ടുപിടിച്ച മറ്റൊരു മാർഗമാണോ നമ്മുടെ ആരാധന തകർക്കുവാനും നമ്മുടെ കൂട്ടായ്മ തകർക്കുവാനും നമ്മുടെ സ്നേഹബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുവാനും നമ്മളെ അകറ്റി നിർത്തുവാനും ഒക്കെ ദുഷ്ടൻ കണ്ടുപിടിച്ചൊരു തന്ത്രമായിരുന്നോ ഈ കൊറോണ എന്നൊക്കെ ചിന്തിച്ചു പോയാൽ
അവരെ തെറ്റിദ്ധരിക്കാൻ കഴിയത്തില്ല. കാരണം പ്രൈസ് ഗോഡ്, ഇനിയും ഇതിൻ്റെ പുറകെ വരുന്ന നിയമങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. ആരാധനാലയങ്ങൾ തുറക്കുവാൻ നിയമം കൊണ്ടുവന്ന് ഞാൻ വിരോധം പറയുകയൊന്നുമില്ല, നല്ല നിയമമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുകയും ആ നിയമത്തിനകത്ത് വെച്ചിരിക്കുന്ന നിബന്ധനകൾ വെച്ച് ആരാധിക്കാൻ കഴിയാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും പറ്റും. കാരണം അവർക്കൊക്കെ 5 മിനിറ്റോ 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ട് സാധിക്കാവുന്ന ആരാധനാ രീതികളേ ഉള്ളൂ. നിയമം കൊണ്ട് ആരെയാ തടഞ്ഞത്? നമ്മളെ മാത്രമേ തടഞ്ഞുള്ളൂ. ഒരു പക്ഷെങ്കിൽ നിയമമെടുത്ത നിയമകർത്താക്കന്മാർ ഇതൊന്നും ചിന്തിച്ചായിരിക്കുകയില്ല. പക്ഷെങ്കിൽ അവരിലൂടെ പ്രവർത്തിക്കുന്ന വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരു സിംഹാസനമുണ്ട്, ഒരു വാഴ്ചയുണ്ട് എന്ന് പറയുവാനാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, കൊടുത്തിരിക്കുന്ന നിയമത്തിനകത്ത് പറയപ്പെടുന്ന ഒരു ശക്തമായ നിയമം, ആരാധനാലയങ്ങളിൽ ഫുഡ് പാടില്ല, ആഹാരം കഴിക്കാൻ പാടില്ല. ഞാനത് പറഞ്ഞപ്പോൾ ആത്മാവിൽ അത് വിവേചിക്കറിയാവുന്ന ദൈവവൈദ്യൻ ഇപ്പോഴേ വിവേചിച്ചു കൊള്ളണം. ഈ നിയമം എവിടോട്ടാണ് വരാൻ പോകുന്നത്? ആരാധനയിൽ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഒരേ ജാതി നമ്മളെ ഉള്ളൂ. അപ്പോൾ ആ ഒരു നിയമം കൊണ്ടുവന്നാൽ ഏത് നിയമമാണ്, ആരെയാണ് ഹനിക്കാൻ പോകുന്നത്? ഇന്നാളുകളിൽ ചിന്തിച്ചു കൊള്ളണം. ലോകത്തിൽ എവിടെയും എപ്പോഴും എടുക്കുന്ന നിയമത്തിന്റെ പുറകിൽ പിശാചിന് ഗൂഢമായ ഒരു ലക്ഷ്യമുണ്ട്, ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രത്തെ നാം തിരിച്ചറിഞ്ഞോണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവന്റെ വാഴ്ചകളെയും ഇവന്റെ അധികാരത്തെയും ഇവന്റെ ശക്തിയെയുമെല്ലാം കാൽവരി ക്രൂശിൽ ആയുധവർഗം ഒപ്പിച്ച് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരു മഹാദൈവമാണ് എൻ്റെ രാജാവെങ്കിൽ അവന്റെ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും കീഴ്പ്പെടുത്തി സ്വർഗത്തിലെ ദൈവം നമുക്ക് ജയം തരുന്ന ദൈവമാണ് എന്ന ദൈവവചനം ഓർമ്മിക്കും. ഒരു വാക്യം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തി ഞാൻ ക്ലോസ് ചെയ്യുക. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. The book of Colossians chapter 1 verse 16. Praise God, hallelujah. ഒറ്റ വാക്കിൽ ഒന്ന് വായിച്ചു കൊള്ളട്ടെ. ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും, ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ഈ ലോകത്തിൽ നമുക്ക് വിരോധമായി സൃഷ്ടിക്കപ്പെടുന്നു എത്ര കഷ്ടത നിർമ്മിച്ചു വിടുന്ന ദുഷ്ടസിംഹാസനം ഇവിടെ എത്ര ശക്തിയോടെ വ്യാപരിച്ചാൽ അതെല്ലാം നിയന്ത്രിക്കുന്ന സകലത്തിൻ്റെ മേലും അധികാരമുള്ള, സ്വർലോകത്തിനും ഭൂലോകത്തിനും അധോലോകത്തിനും സകല നാമവും വാഴ്ത്തുന്ന, സകല മുട്ടും മടങ്ങുന്ന ഒരു നാമമുണ്ട്, ഒരു അധികാരമുണ്ട്. അത് മറ്റാരുടേതുമല്ല, ഞാനും നിങ്ങളും ആരാധിക്കുന്ന ക്രിസ്തുവിൻ്റെ നാമമാണ്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഈ നാളുകളിൽ ഒരു കാര്യം ഉറച്ചു വിശ്വസിക്കുക, ഈ ദുഷ്ടശക്തികൾക്കൊന്നും നമ്മളെ തളർത്തിക്കളയുവാൻ സാധ്യമല്ല. ഇവരാഗ്രഹിക്കുന്നിടത്ത് ഇത് നിൽക്കത്തില്ല. പീഡിപ്പിക്കും തോറും പെരുകി വരുന്നൊരു മാർഗമാണ് ക്രിസ്തീയ മാർഗം. കഷ്ടത പെരുകും തോറും ഇത് ശക്തി പ്രാപിക്കുന്ന ഒരു മാർഗമാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ നിങ്ങൾ ഇതൊരു ദൂതായിട്ട് ഏറ്റെടുത്തുകൊള്ളുക. ഈ കൊറോണ കാലഘട്ടം കഴിഞ്ഞാൽ ഒരു പുതിയ ശക്തിയോടെ, ഒരു പുതുബലത്തോടെ ദൈവത്തിന്, ദൈവസഭയെ പണിതുയർത്തുവാൻ ഒരു ഉദ്ദേശമുണ്ട്, അതിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും ഭാരത്തിലോ ക്ഷീണത്തിലോ ബുദ്ധിമുട്ടിലോ ആയിരിക്കുന്നെങ്കിൽ ധൈര്യപ്പെടുക. ആരെങ്കിലും നീതിമാന്മാരുടെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ വാഴുകയില്ല. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.